Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ, അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടിയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്ത ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി മൈക്രോബയോളജിസ്റ്റ് എക്സാമിനായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, കൂടുതൽ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളത്? Process of copying genetic information from one strand of DNA into RNA is termed as transcription. നമുക്ക് എല്ലാവർക്കും അറിയാലേ എന്താണ് സെൻട്രൽ ഡോഗ്മ എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ DNA-യിൽ നിന്നും DNA-നെ പ്രൊഡ്യൂസ് ചെയ്തു. അതിനാണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചത്. ഇനി ആ DNA-യിൽ നിന്നും നമ്മൾ RNA ഉണ്ടാക്കുകയാണ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പ്രോട്ടീൻസ് ആക്കി അതിനെ മാറ്റുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു റീഡബിൾ ഫോമിലേക്ക് അതിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ DNA-യിൽ നിന്നും RNA ഉണ്ടാക്കി അതിനെ നമ്മൾ യൂസബിൾ ആയ ഒരു ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ DNA-യിലുള്ള ജനറ്റിക് ഇൻഫർമേഷനെ ഒരു റീഡബിൾ ഫോമായ RNA ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെൻറ്റാരിറ്റി ഗവേൺസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഇപ്പോൾ അഡിനോസിൻ എന്ന് പറയുന്ന ആ ഒരു ബേസ് എന്ന് പറയുന്നത് ബേസ് പെയർ ചെയ്യുന്നത് യുറാസിലുമായിട്ടാണ്. നമുക്കറിയാലേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ആരെയാണ്? RNA-നെയാണ്. DNA ആണ് അഡിനിനും തൈമിനും തമ്മിലുള്ള പെയറിങ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് RNA ആയതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ അഡിനോസിൻ പോയി പെയർ ചെയ്യാൻ പോകുന്നത് യുറാസിലുമായിട്ടാണ്. ഇവിടെ തൈമിനായിട്ടല്ല ബേസ് പെയറിങ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കുക. നമ്മൾ DNA റെപ്ലിക്കേഷനിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷനിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെതായ ചേഞ്ചുകൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ റെപ്ലിക്കേഷനെ പോലെയല്ല നമുക്ക് ടോട്ടൽ DNA ഓഫ് ഓർഗാനിസം ആണ് DNA റെപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആവുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ഒരു സെഗ്മെന്റ് ഓഫ് DNA മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആ DNA-യിൽ നിന്നാണ് മറ്റൊരു കോപ്പി ഓഫ് RNA നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരു ലാംഗ്വേജിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ RNA-നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ട് നമുക്ക് കാണാം ഒരു ചെറിയ പോർഷൻ മാത്രം മതി അല്ലേ നമുക്ക് DNA-യിൽ നിന്നും RNA ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ മാത്രമാണ് ഇവിടെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത്
എടുക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ DNA-യിൽ നിന്നും ഒരു സ്ട്രാൻഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് RNA ഉണ്ടാക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് രണ്ട് സ്ട്രാൻഡും യൂസ് ചെയ്യാത്തത്? അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ആദ്യത്തെ റീസൺ ആണ്, നമുക്കറിയാം DNA-യുടെ സെഗ്മെന്റ്സിൽ നമുക്ക് ബേസ് പെയർസിനെയൊക്കെ കാണാം അല്ലേ? അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെന്താണ്? പരസ്പരം കോംപ്ലിമെന്ററി ആണ്. DNA-യുടെ രണ്ട് സ്ട്രാൻഡ് എന്താണ്? പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്, പരസ്പരം ചേർന്ന് പോകുന്ന രീതിക്കാണ് നമ്മുടെ DNA-യുടെ സ്ട്രാൻഡുകൾ അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? RNA ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ RNA ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ട് സ്ട്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? സപ്പോസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് സ്ട്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ രണ്ട് തരത്തിലാണ് പ്രോട്ടീൻ. നമുക്കറിയാം മേലെയുള്ളത് അഡിനിൻ ആണെങ്കിൽ താഴെ വരുന്നത് തൈമിൻ, അതുപോലെ ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ. ഇങ്ങനെയാണ് നമ്മുടെ ബേസ് പെയറിംഗ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ മേലെയുള്ള ഒരു സീക്വൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ താഴെയുള്ള ഒരു RNA സീക്വൻസും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയല്ലേ കിട്ടുക? അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ കിട്ടുകയാണെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ട്രാൻസ്ഫർമേഷൻ ഭയങ്കരമായിട്ട് എന്താവും? കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു സ്ട്രാൻഡുള്ള RNA മതി എന്ന് തീരുമാനിക്കുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ ഇങ്ങനൊരു രണ്ട് സെഗ്മെൻറ്റും യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ രണ്ട് സ്ട്രാൻഡുകളും യൂസ് ചെയ്തുകൊണ്ട് RNA ഉണ്ടാക്കാത്തത്. രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് സ്ട്രാൻഡ് യൂസ് ചെയ്തിട്ട് RNA-യുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തത്. ഇനി രണ്ടാമതായിട്ട്, ഇൻ കേസ് രണ്ട് RNA മോളിക്യൂൾ ഒറ്റ ടൈം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരും എന്തായിരിക്കും? കോംപ്ലിമെൻ്ററി ആയിരിക്കും. നമ്മുടെ DNA-യുടെ പോലെ തന്നെ ആയിരിക്കും അല്ലേ? ഇവരും കോംപ്ലിമെൻ്ററി ആയിരിക്കും. നമുക്കറിയാം അല്ലേ, RNA എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA-യുടെ ആവശ്യമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇവർ കോംപ്ലിമെൻ്റ് ആയിപ്പോയി എന്ത് സംഭവിക്കും? അവർ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ പോലെയാവും. DNA പോലെ തന്നെയാവും നമ്മുടെ RNA-യുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണ്. ഇവർ കോംപ്ലിമെൻ്ററി ആയിക്കഴിഞ്ഞാൽ അവരൊട്ടിപ്പോയി അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ ഒരു സ്ട്രാൻഡ് ഓഫ് DNA മാത്രം യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് RNA ഉണ്ടാക്കുന്നത്. ബോത്ത് കോഡിംഗ് സ്ട്രാൻഡ് ആൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആർ ഡിസ്റ്റിങ്ക്ട് സ്ട്രാൻഡ്സ് ഓഫ് DNA സ്ട്രക്ചർ. നമുക്കറിയാം DNA-ക്ക് കോഡിംഗ് സ്ട്രാൻഡും ഉണ്ട്, അതുപോലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഉണ്ട്. ഇവരുടെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്താണ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡ് ഈസ് ദ DNA സ്ട്രാൻഡ് ഹൂസ് ബേസ് സീക്വൻസ് ഇസ് സിമിലർ ടു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. എന്താണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്? നമ്മുടെ RNA ആണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഒരു DNA സ്ട്രാൻഡ് ആണ്. ആ ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആയ RNA-യോട് സിമിലർ ആണ്. ഓക്കെ, ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നതിനകത്ത് കോഡോണുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നോൺ കോഡിംഗ് സ്ട്രാൻഡിൽ എന്തുണ്ട്? ആൻറ്റി കോഡോണുകളാണ് ഉള്ളത്. നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡിൽ എന്തുണ്ട്? കോഡോൺസ് ഉണ്ട്. നോൺ കോഡിംഗ് സ്ട്രാൻഡിൽ ആൻറ്റി കോഡോണുകളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കോഡിംഗ് സ്ട്രാൻഡ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അത് കോംപ്ലിമെൻ്ററി ആയ RNA-നെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണ്? ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് DNA സീക്വൻസ് ആണ്, വിച്ച് ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഡ്യൂറിങ് ദ mRNA സിന്തസിസ്. mRNA എന്താണ്? മെസ്സഞ്ചർ RNA ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ RNA എന്താണ്, അതുപോലെ RNA-യുടെ ടൈപ്പ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ RNA എന്താണ് അല്ലെങ്കിൽ mRNA എന്താണെന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാനായിട്ട് മറക്കരുത്. അപ്പോൾ ദ ടേം ടെംപ്ലേറ്റ് സ്ട്രാൻഡ് റെഫേഴ്സ് ടു ദ DNA സീക്വൻസ് വിച്ച് ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഡ്യൂറിങ് ദ mRNA സിന്തസിസ്. ഇങ്ങനെയുള്ള ചില ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണത്. അപ്പോൾ സെല്ല് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ കോഡിംഗ് ആയ അല്ലെങ്കിൽ ആൻറ്റി സെൻസ് ഉള്ള DNA സീക്വൻസിനെ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ mRNA അഥവാ മെസ്സഞ്ചർ RNA-നെ ഉണ്ടാക്കുന്നത്. നോൺ കോഡിംഗ് ആയ ആൻറ്റി സെൻസ് DNA സീക്വൻസ് ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ mRNA-നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒന്നുകൂടെ പറയാം. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കറക്റ്റായ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് mRNA-നെ ഡിറ്റർമൈൻ ചെയ്യും. ഏതാണ് കറക്റ്റായ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോഡിംഗ് സ്ട്രാൻഡ് ആണ്. ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഒരു ബേസ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. mRNA-യുടെ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി മെയിൻ റോൾ ഉള്ളത് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനാണ്. ഇനി കോഡിംഗ് സ്ട്രാൻഡിനെ നമ്മൾ സെൻസ് സ്ട്രാൻഡ് എന്നും പ്ലസ് സ്ട്രാൻഡ് എന്നും കോഡിംഗ് സ്ട്രാൻഡ് എന്നൊക്കെ വിളിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ,
നമ്മുടെ ഈ കോഡിംഗ് സ്ട്രാൻഡിനെ നമുക്ക് സെൻസ് ഉള്ള സ്ട്രാൻഡാണ്, പ്ലസ് സ്ട്രാൻഡാണ് എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഇവർ ട്രാൻസ്ക്രിപ്ഷനിൽ പ്രവർത്തിക്കുന്നില്ല. ദേ ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കോഡിംഗ് സ്ട്രാൻഡ് ട്രാൻസ്ക്രിപ്ഷൻ്റെ പരിപാടിക്ക് ഇല്ല കേട്ടോ. ഓക്കെ, കോഡിംഗ് സ്ട്രാൻഡിനെ പക്ഷെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഭയങ്കര അടിപൊളി പേരൊക്കെയാണ്. സെൻസ് സ്ട്രാൻഡ്, പ്ലസ് സ്ട്രാൻഡ്, കോഡിംഗ് സ്ട്രാൻഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഒരു ആൻറ്റി സെൻസ് സ്ട്രാൻഡാണ്, മൈനസ് സ്ട്രാൻഡാണ്, നോൺ കോഡിംഗ് സ്ട്രാൻഡാണ്. പക്ഷെ ഇവരാണ് ഹീറോ. ഇവരാണ് നമ്മുടെ ഹീറോ. ദേ ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ദേ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് mRNA. So coding strand is directed in 3' to 5' direction. Coding strand direction എങ്ങനെയാണ്? 3' to 5' direction ആണ്. Template strand direction എങ്ങനെയാണ്? 5' to 3' direction ആണ് നമ്മുടെ template strand direction എന്ന് പറയുന്നത്. കോഡിംഗ് സ്ട്രാൻഡിന് ഒരു കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് ഈ പറയുന്ന കോംപ്ലിമെന്ററി സീക്വൻസ് ഇല്ല. ഓക്കെ, സോ കോഡിംഗ് സ്ട്രാൻഡിന് എന്തുണ്ട്? കോംപ്ലിമെന്ററി ആയ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ടാവും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് ഒരു കോംപ്ലിമെന്ററി സീക്വൻസും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കോഡിംഗ് സ്ട്രാൻഡിന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ അവർ ട്രാൻസ്ക്രിപ്ഷനിൽ പ്രത്യേകിച്ച് റോളൊന്നും വഹിക്കുന്നില്ല. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ DNA നമ്മൾക്ക് 3 റീജൻസ് ആയിട്ട് പറയാം. ഒന്നാമത്തത് പ്രമോട്ടർ, രണ്ടാമത്തത് സ്ട്രക്ചറൽ ജീൻ, മൂന്നാമത്തത് ടെർമിനേറ്റർ. സോ പ്രമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, അതുപോലെ ടെർമിനേറ്റർ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സ്ട്രാൻഡ് ഓഫ് DNA ഉണ്ട് അല്ലേ? നമ്മുടെ സ്ട്രക്ചറൽ ജീൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നമുക്ക് ഈ പറയുന്ന 2 സ്ട്രാൻഡിനെയും പറയാനായിട്ട് സാധിക്കും. സിൻസ് നമ്മുടെ 2 സ്ട്രാൻഡ്സിന് ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്, നമുക്കറിയാം അല്ലേ? ഒന്ന് 3' to 5' ആണെങ്കിൽ മറ്റൊന്ന് 5' to 3' ഡയറക്ഷനിലാണ്. DNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം പോളിമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. RNA ഉണ്ടാക്കാനുള്ള എൻസൈമാണ് നമ്മുടെ RNA പോളിമറൈസ് എന്ന് പറയുന്നത്. നമ്മൾ DNA റെപ്ലിക്കേഷനകത്ത് കുറേയധികം എൻസൈംസിനെ കണ്ടല്ലേ? ടോപ്പോഐസോമറേസ്, അതുപോലെ ഹെലിക്കേസ്, ഇങ്ങനെ കുറേ എൻസൈംസിനെ കണ്ടു. ഇവിടെ മെയിൻ ആളെന്ന് പറയുന്നത് RNA പോളിമറൈസ് ആണ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. സോ DNA ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ RNA പോളിമറൈസ് ആണ് ഇവിടുത്തെ മെയിൻ ആൾ കേട്ടോ. അപ്പോൾ RNA പോളിമറൈസ് ഇവിടെ പോളിമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? 5' to 3' ഡയറക്ഷനിലാണ് RNA പോളിമറൈസ് പോളിമറൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പൊളാരിറ്റി എന്ന് പറയുമ്പോൾ 5' to 3'ലാണ്. ഇനി 3' to 5' എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ എന്ത് വിളിക്കും? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കും. സോ ദ other strand which has polarity 5' to 3' and the sequence as same of RNA is displaced during the transcription. Strangely, this strand which does not code for anything is called as coding strand. നമ്മൾ പറഞ്ഞല്ലേ കോഡിംഗ് സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ കോഡിംഗ് സ്ട്രാൻഡ് ഒന്നിനും വേണ്ടി കോഡ് ചെയ്യുന്നില്ല, പക്ഷെ അവരുടെ പേര് എന്താണ്? കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് കേട്ടോ. സോ ഓൾ ദ റെഫറൻസ് പോയിന്റ് while defining a transcription unit is made with the coding strand. നമ്മൾ കോഡിംഗ് സ്ട്രാൻഡിനെ വെച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ പറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആണ് ഈ പറയുന്ന കോഡിംഗ് സ്ട്രാൻഡ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രമോട്ടറിനെയും കാണാം, അതുപോലെ നമ്മുടെ ടെർമിനേറ്ററിനെയും കാണാം. സോ പ്രമോട്ടറും അതുപോലെ ടെർമിനേറ്ററും ആണ് നമുക്ക് രണ്ടറ്റത്തുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രമോട്ടർ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് 5' എൻഡ് ഓഫ് സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കോഡിംഗ് സ്ട്രാൻഡിനെ വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് പറയുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇതാണ് നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രമോട്ടർ എവിടെയാണ് അല്ലെങ്കിൽ ടെർമിനേറ്റർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ പറയുക? കോഡിംഗ് സ്ട്രാൻഡിൻ്റെ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. അതായത് 5' എൻഡിലാണ് എന്ന് പറയും. ഓക്കെ, സ്ട്രക്ചറൽ ജീനിൻ്റെ 5' എൻഡിലാണ് എന്ന് പറയും. അത് നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡിനെ ഒരു റെഫറൻസ് ആക്കി എടുത്തിട്ടാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം 3' എൻഡ് ഓഫ് ടെംപ്ലേറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. പക്ഷേ വെറുതെ ഇരിക്കുന്ന കോഡിംഗ് സ്ട്രാൻഡിന് നമുക്കൊരു റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡിൽ നമുക്ക് ഈ പ്രമോട്ടറെ കാണാം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഈ നടുക്കുള്ള ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. So DNA sequence that provides a binding site for RNA polymerase and its presence of promoter in a transcription unit that also defines template and the coding strand. നമുക്ക് കാണാം പ്രമോട്ടർ. എന്തിനാണ് പ്രമോട്ടർ എന്ന് പറയുന്നത്? പ്രമോട്ടറിലാണ് എവിടെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രമോട്ടർ വെച്ചിട്ടാണ്. സോ പ്രമോട്ടർ എന്നാണ് നമ്മുടെ
ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബൈ സ്വിച്ചിങ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടെർമിനേറ്റർ ദ ഡെഫിനിഷൻ ഓഫ് കോഡിംഗ് ആൻഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കുഡ് ബി റിവേഴ്സ്ഡ്. നമ്മൾ ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ടെർമിനേറ്ററിന്റെ പൊസിഷനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡിന്റെയും ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെയും ഡെഫിനിഷനൊക്കെ മാറ്റി മാറ്റി പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രൊമോട്ടറിന്റെ ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 5' end എന്ന് പറയും. 5' end എന്തിനെ വെച്ചിട്ടാണ് പറയുന്നത്? കോഡിംഗ് സ്റ്റാൻഡിന്റെ ആ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ഇവിടെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എപ്പോഴും കോഡിംഗ് സ്റ്റാൻഡിനെയാണ് പറയുന്നത്, ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ടെർമിനേറ്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ എന്ത് പറയണം? ടെർമിനേറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 3' end ഡൗൺ സ്ട്രീം, താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് 3' endലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഫ് ദ കോഡിംഗ് സ്റ്റാൻഡ്. ഓക്കെ, സോ ഇറ്റ് യൂഷ്വലി ഡിഫൈൻസ് ദി എൻഡ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ടെർമിനേറ്റർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ടെർമിനേറ്റർ. അപ്പോൾ ഇവിടെയാണ് എൻഡ് ചെയ്യുക. പ്രൊമോട്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നടുക്ക് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ കാണാം. എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടെർമിനേറ്റർ വെച്ചിട്ട് എൻഡ് ചെയ്യും. ഇവിടെ പൊസിഷൻ എങ്ങനെ പറയണം? കോഡിംഗ് സ്റ്റാൻഡിനെ റെഫർ ചെയ്തുകൊണ്ട് പറയണം. 5' endൽ പ്രൊമോട്ടറും 3' endൽ നമ്മുടെ ടെർമിനേറ്ററും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങളാണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്, അതുപോലെ അത് കൂടാതെ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് വഴിയായിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ ഒരു ജീൻ എന്ന് പറയുന്നത് എന്താണ്? ജീൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഒരു ജീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു DNA സീക്വൻസ് tRNAക്കോ rRNAക്കോ വേണ്ടി കോഡ് ചെയ്താൽ കൂടെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ജീൻ എന്ന് തന്നെ വിളിക്കും. അപ്പോൾ ഈ സിസ്ട്രോൺ എന്താ? സിസ്ട്രോൺ എന്ന് വെച്ചാൽ ഒരു സെഗ്മെന്റ് ആണ് ദാറ്റ് ഈസ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. ദ സ്ട്രക്ചറൽ ജീൻ നമ്മൾ പറഞ്ഞല്ലോ, ട്രാൻസ്ക്രിപ്ഷന് 3-4 യൂണിറ്റ് ഉണ്ട്. 3-4 3 ഉള്ളൂ. പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? അതിൻ്റെ ടെർമിനേറ്ററും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സിസ്ട്രോണിക് എന്ന് പറഞ്ഞല്ലോ, സെഗ്മെന്റ് ഓഫ് DNA വിച്ച് ഇസ് കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സിസ്ട്രോണിക്കിന് നമുക്ക്, അല്ലെങ്കിൽ സിസ്ട്രോണിന്റെ ഒരു ബേസിസിൽ നമുക്ക് മോണോസിസ്ട്രോണിക് എന്നും പോളിസിസ്ട്രോണിക് എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മോണോസിസ്ട്രോണിക് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂക്കാരിയോട്സിലാണ്. പോളിസിസ്ട്രോണിക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ പ്രൊക്കാരിയോട്സ് പോലുള്ളതിലാണ് നമുക്ക് പോളിസിസ്ട്രോണിക്കിനെ കാണാനായിട്ട് സാധിക്കുന്നത്. പോളി അതിൽ പി ഉണ്ട് അല്ലേ, അതേപോലെ പ്രൊക്കാരിയോട്ടിൽ എന്തുണ്ട്? പി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ് പോളിസിസ്ട്രോണിക്കും മോണോസിസ്ട്രോണിക്കും? യൂക്കാരിയോട്ടിക്, നമ്മൾ ആരൊക്കെയാണ് യൂക്കാരിയോട്ടിക്? യൂക്കാരിയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് അനിമൽസ് വരുന്നുണ്ട്, പ്ലാന്റ്സ് വരുന്നുണ്ട്, ഈവൻ നമ്മൾ ഹ്യൂമൻസ് ഒക്കെ എന്താണ്? യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലേ. പ്രോകാരിയോട്സിൽ വരുന്നത് കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണ്? ബാക്ടീരിയാസ് വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു ചെറിയ ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ യൂക്കാരിയോട്ടിക് mRNAയിൽ നമ്മൾ പറഞ്ഞു മോണോസിസ്ട്രോണിക് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് അല്ലേ. സോ യൂക്കാരിയോട്ടിക് mRNA നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മെച്യൂർഡ് ആയിട്ടുള്ള RNA ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? ഒരു സ്ട്രക്ചറൽ റീജിയൻ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അതിന് നടുക്കാണ് നമ്മുടെ പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുവഴിയായിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. സോ ഇപ്പോൾ ഇതിനെന്താ ഉണ്ടാവുക? ഒരു ട്രാൻസ്ലേഷൻ സൈറ്റ്, ദെൻ ആ ഒരു സ്ട്രക്ചറൽ ജീൻ, ദെൻ അതിൻ്റെ ടെർമിനേറ്റർ. സോ ഇതൊരു മെച്യൂർ RNA ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് സൈറ്റ് കാണാം. അപ്പോൾ ഇവിടെ ക്യാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനെ കുറിച്ച് നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ ഫോർമേഷനിൽ നമുക്ക് ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? മോണോസിസ്ട്രോണിക്. മോണോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒന്ന് അല്ലേ. അടുത്തത് പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്താണ്? പോളിസിസ്ട്രോണിക് ആണ് അല്ലേ. പോളിസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് സൈറ്റ് കാണാം, അത് നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ ആണ്. അതുപോലെ നമ്മുടെ ടെർമിനേറ്റർ റീജിയൻ കാണാം. ഇതിന് നടുക്ക് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ വിച്ച് കോഡ്സ് ഫോർ പ്രോട്ടീൻ നമുക്ക് കാണാൻ സാധിക്കും. പ്രോട്ടീൻ എപ്പോഴും ഉണ്ടാകുന്നത് ട്രാൻസ്ലേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുക അല്ലേ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, അടുത്ത ഒരു പ്രോട്ടീൻ കാണാം, അതിൻ്റെ സ്ട്രക്ചറൽ ജീൻ നമുക്ക് ഇവിടെ കാണാം. അതുകൂടാതെ പ്രൊമോട്ടർ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്, എഗെയിൻ അടുത്തതിൻ്റെ. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ പ്രോകാരിയോട്ടിൻ്റെ കേസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ പ്രോകാരിയോട്ടിക് എന്താണ്? കുറേ അധികം ഉള്ളതാണ്. അപ്പോൾ അതെന്താണ്? പോളിസിസ്ട്രോണിക് ആയിട്ടുള്ളതാണ് അല്ലേ. ഇനി എന്തുകൊണ്ടാണ് യൂക്കാരിയോട്സിൽ മോണോസിസ്ട്രോണിക്കും പ്രോകാരിയോട്സിൽ പോളിസിസ്ട്രോണിക്കും ആവാനുള്ള കാരണം? പോളിസിസ്ട്രോണിക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചധികം
അഡ്വാൻസ്മെൻ്റ് ഒന്നും കുറവ് ഉള്ള ആൾക്കാരിലാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ യൂക്കാരിയോട്സ് എന്താണ്, യൂക്കാരിയോട്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. പ്രൊകാരിയോട്സ് എന്താണ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടേൽ നമുക്ക് കുറച്ച് പുരാതനമായ ടെക്നിക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അല്ലേ, ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒറ്റ സിസ്ട്രോണായിട്ട്, മോണോസിസ്ട്രോണിക് ആയിട്ടാണ് നമുക്ക് യൂക്കാരിയോട്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. The coding sequence or expressed sequence നെ നമുക്ക് എന്ത് വിളിക്കാം, exons എന്ന് പറഞ്ഞ് വിളിക്കാം. Exons are said to be those sequence that appear in mature or processed RNA. മെച്യൂർ ആയിട്ടുള്ള ആർണയിലും അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ആർണയിലും നമുക്ക് കാണാൻ സാധിക്കുന്ന സീക്വൻസിനെയാണ് നമ്മൾ എക്സോൺസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അഥവാ എന്താണ്, കോഡിംഗ് സീക്വൻസ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് സീക്വൻസ്. ഇനി എക്സോണിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, അവരാണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. ഇൻട്രോൺസ് അല്ലെങ്കിൽ ഇന്റർവൈനിങ് സീക്വൻസ് എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ട് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ആർണയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഇതിനെ ഒരു കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ ഇസ് ഓൾസോ എഫക്റ്റഡ് ബൈ പ്രൊമോട്ടർ ആൻഡ് റെഗുലേറ്ററി സീക്വൻസ് ഓഫ് സ്ട്രക്ചറൽ ജീൻസ്. ഹെൻസ് സംടൈംസ് നമ്മുടെ റെഗുലേറ്ററി ജീൻസിനെ നമുക്ക് ലൂസായിട്ട് നമുക്ക് എന്ത് വിളിക്കാം, ജസ്റ്റ് റെഗുലേറ്ററി ജീൻസ് എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് സാധിക്കും. ഈവൻ ദോ ദീസ് സീക്വൻസ് ഡു നോട്ട് കോഡ് ഫോർ എനി RNA ഓർ പ്രോട്ടീൻ. ഇവരൊന്നും ചെയ്യുന്നില്ല, ഇവർ ഒരു തരത്തിലും RNAനെയോ പ്രോട്ടീനെയോ ഒന്നും കോഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ നമ്മൾ വിളിക്കും റെഗുലേറ്ററി ജീൻസ് എന്ന് വിളിക്കും. സോ ഇവിടെ നമ്മുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്യുന്നത് പ്രൊമോട്ടറും കൂടിയാണ്. അതുപോലെ ചില ഈ റെഗുലേറ്ററി ജീൻസും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഇൻഹെറിറ്റൻസ്, എന്താണ് ഇൻഹെറിറ്റൻസ്, അടുത്ത ഒരു ജനറേഷനിലേക്ക് വരാനുള്ള ആ ഒരു കഴിവിനെ എഫക്റ്റ് ചെയ്യുന്നതിന് പ്രൊമോട്ടറിനും റെഗുലേറ്ററി ജീൻസിനും ഒക്കെ തന്നെയും റോൾസ് ഉണ്ട്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. DNA യിൽ നിന്നും DNA ഉണ്ടാകുന്ന പ്രൊസീജിയറിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. DNA യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴിയായിട്ടാണ് mRNA ഫോർമേഷൻ നടക്കുന്നത്. ആ mRNA നിന്നാണ് ട്രാൻസ്ലേഷൻ വഴി അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ഫോർമേഷൻ നടക്കുന്നത്. ഈ അമിനോ ആസിഡാണ് പിന്നീട് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. സോ ഒരു ബാക്ടീരിയയിൽ നോക്കുകയാണെങ്കിൽ 3 മേജർ ടൈപ്പ് ഓഫ് RNA നമുക്ക് കാണാം. mRNA, tRNA ആൻഡ് rRNA നമുക്ക് കാണാം. ഈ 3 RNAയും സിന്തസൈസ് ചെയ്യുന്നത് ഒരു പ്രോട്ടീനെയാണ് ഒരു സെല്ലിനകത്ത്. mRNA ആണ് ടെംപ്ലേറ്റ് കൊണ്ടുവരുന്നത്, tRNA ആണ് അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നത്. അതുപോലെ ജനറ്റിക് കോഡ് റീഡ് ചെയ്യുന്നതും tRNA ആണ്. rRNAക്ക് സ്ട്രക്ചറൽ ആയിട്ടും അതുപോലെ കാറ്റലിറ്റിക് ആയിട്ടുള്ള ഒരു റോളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്, വിച്ച് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് RNA മോളിക്യൂൾ ഫ്രം ദ DNA. സോ ഫസ്റ്റ് പ്രോസസ് ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആരാണ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഇങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ ജനറ്റിക് ഇൻഫോർമേഷൻ ഇവിടെ ഫ്ലോ ചെയ്യുന്നത് DNA യിൽ നിന്നും പ്രോട്ടീനിലോട്ടാണ്. അതിനൊരു ഇടയിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ RNA എന്ന് പറയുന്നത്. സോ ഇതൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വഴിയായിട്ടാണ് ഈ പറയുന്ന DNA യിൽ നിന്നും പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. സോ നമ്മുടെ റെപ്ലിക്കേഷൻ നടന്നു, അതിനുശേഷം ട്രാൻസ്ക്രിപ്ഷൻ നടന്നു, ദെൻ ട്രാൻസ്ലേഷൻ നടന്നിട്ടാണ് നമുക്ക് പ്രോട്ടീൻസ് ലഭിക്കുന്നത്. ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് DNA ഈസ് കോപ്പീഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നത്. അതുവഴിയായിട്ട് നമുക്ക് കിട്ടുന്ന RNA എന്ന് പറയും mRNA എന്നാണ് വിളിക്കുന്നത്. മെയിൻ മോട്ടീവ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് RNAയുടെ സിന്തസിസ് ആണ്. സോ RNA ട്രാൻസ്ക്രിപ്റ്റിലാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ, പ്രോട്ടീൻ ആവാനുള്ള ആവശ്യമുള്ള ഇൻഫോർമേഷൻ ഉള്ളത് RNA ട്രാൻസ്ക്രിപ്റ്റിനകത്താണ്. ആ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് ഏത് പ്രോട്ടീൻ ആണ് ഉണ്ടാവുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. DNAയുടെ കോഡിംഗ് സ്റ്റാൻഡ് കാണാം, അതുപോലെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കാണാം. ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ തൈമിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കിവിടെ അഡിനിൻ വരും. അതുപോലെ അഡിനിന് യുറാസിലാണ് നമ്മുടെ RNA ആയതുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. സൈറ്റോസിന് ഗ്വാനിൻ, അതുപോലെ അഗെയിൻ തൈമിൻ വിത്ത് അഡിനിൻ, ദെൻ യുറാസിലാണ് അഡിനിന് വേണ്ടിയിട്ട് പെയർ ചെയ്യുന്നത്. ഇങ്ങനെ RNAയുടെ ഫോർമേഷൻ ആ സീക്വൻസ് അനുസരിച്ച് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതുവഴിയായിട്ട് നമുക്ക് ഒരു ട്രാൻസ്ക്രിപ്റ്റ്, RNA ട്രാൻസ്ക്രിപ്റ്റ് ലഭിക്കുന്നുണ്ട്. ഈ RNA ട്രാൻസ്ക്രിപ്റ്റിലുള്ള എന്ത് ഇൻഫോർമേഷനാണ്, ഈ കോഡുകൾ വായിച്ചിട്ടാണ് നമുക്ക് അതിനനുസരിച്ചുള്ള പോളിപെപ്റ്റൈഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻസ് ആയിരിക്കും നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയായിട്ട് ലഭിക്കുന്നത്. RNA പോളിമറേസ്
RNA പോളിമറേസ് ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിലെ മെയിൻ എൻസൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. അതുവഴിയായിട്ട് കോംപ്ലിമെൻ്ററി ആയ ഒരു RNA സ്ട്രാൻഡിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. DNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ RNA പോളിമറേസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? പ്രൊമോട്ടറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അവിടെ പോളിമറൈസേഷനെ കാറ്റലൈസ് ചെയ്യും ഈ പറയുന്ന എൻസൈം RNA പോളിമറേസ്. അപ്പോൾ ആ പോളിമറൈസേഷൻ്റെ ഡയറക്ഷൻ ഏതാണ്? 5' to 3' ഡയറക്ഷനിലാണ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡിലാണ് ഇത്തരത്തിലൊരു പോളിമറൈസേഷൻ RNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത്. വൺസ് അത് ടെർമിനേറ്റർ സീക്വൻസിൽ എത്തിക്കഴിയുമ്പോൾ ആ പ്രോസസ്സ് അവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പുതുതായിട്ട് സിന്തസൈസ് ചെയ്യപ്പെട്ട നമ്മുടെ RNA സ്ട്രാൻഡ് റിലീസ് ആവുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെച്ച് ഓഫ് DNA ആണ്, വിച്ച് ഇസ് ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു എ RNA മോളിക്യൂൾ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്? ഒരു DNA തന്നെയാണ്, DNAയുടെ ഒരു സ്ട്രെച്ച് ആണ്. അത് പക്ഷേ ട്രാൻസ്ക്രൈബ് ചെയ്ത് എന്തായിട്ട് മാറും? RNA മോളിക്യൂളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റേജസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീസിയേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ഉണ്ട്, അതുപോലെ ടെർമിനേഷൻ ഉണ്ട്. ഇനീസിയേഷൻ എന്താണ്? ഇനീസിയേഷൻ RNA പോളിമറൈസ് DNA മോളിക്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്ത് അത് DNA സ്ട്രാൻഡിലെല്ലാം മൂവ് ചെയ്യുന്നുണ്ടാവും അൺടിൽ ഇറ്റ് റീച്ചസ് ദ പ്രൊമോട്ടർ സീക്വൻസ്. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൊമോട്ടറിനെയാണ് അല്ലേ? പ്രൊമോട്ടറിൽ വെച്ചിട്ടാണ് നമ്മുടെ എന്ത് നടക്കുന്നത്? ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ RNA പോളിമറേസ് പോയിട്ട് DNA മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തു. അങ്ങനെ DNAയുടെ സ്ട്രാൻഡിൽ എവിടെയാ പോയിട്ട് നമ്മുടെ പ്രൊമോട്ടറിലേന്ന് തപ്പി നടക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നമ്മുടെ RNA പോളിമറേസ്. അങ്ങനെ RNA പോളിമറേസ് അങ്ങനെ തപ്പുന്നത് വഴിയായിട്ടാണ് നമുക്ക് പ്രൊമോട്ടറിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തപ്പി പ്രൊമോട്ടറിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. പ്രൊമോട്ടറിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ DNA ഡബിൾ ഹെലിക്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? പതുക്കെ അൺവൈൻഡ് ചെയ്യും. വൺസ് നമ്മുടെ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DNA എന്ത് ചെയ്യും? അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ RNA പോളിമറേസിന്. DNA പതുക്കെ അൺവൈൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങും. ശരി, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ അവിടെയുള്ള ബേസസ് ഒക്കെ എന്താവും? എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അതൊരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. മറ്റത് കോഡിംഗ് സ്ട്രാൻഡ് ആയിട്ട് മാറും. ടെംപ്ലേറ്റ് എന്ത് ചെയ്യും? പുതിയൊരു mRNA ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനുള്ള പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ഇനീസിയേഷനിൽ നടക്കുന്നത്. അടുത്തതാണ് നമ്മുടെ എലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ റൈബോ ന്യൂക്ലിയോടൈഡുകളെ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്നുണ്ട് ടു ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ എന്ത് ചെയ്യും? പതുക്കെ നമ്മുടെ mRNA എന്ത് ചെയ്യും? വളരാനായിട്ട് തുടങ്ങും. നമ്മുടെ RNA എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡായ DNAയിൽ നിന്നും ഉണ്ടാവുന്ന ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂളാണ് നമ്മുടെ RNA എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് mRNA ആണ്. അപ്പോൾ ഓരോ റൈബോ ന്യൂക്ലിയോടൈഡുകളായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ 3' എൻഡിൽ നോക്കിക്കേ, നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇവിടെ ആഡ് ആവുന്നുണ്ട്, അടുത്ത ന്യൂക്ലിയോടൈഡ് ആഡ് ആവുന്ന പതുക്കെ നമ്മുടെ mRNA എന്ത് ചെയ്യാൻ തുടങ്ങും? വളരാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് നമ്മുടെ ടെർമിനേഷൻ ആണ്. RNA പോളിമറേസ് ഇവിടെ കാണാം അല്ലേ? നമ്മുടെ RNA പോളിമറേസ് വൺസ് ടെർമിനേറ്റർ സീക്വൻസിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷൻ അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ആവും. RNA പോളിമറേസ് പിന്നെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്തിട്ട് നമ്മുടെ DNAയിൽ നിന്നും DNA ടെംപ്ലേറ്റിൽ നിന്ന് RNA പോളിമറേസ് പോയി. അതിനുശേഷം നമ്മുടെ mRNAയും ഫ്രീ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച ചില ഫാക്ട്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇനീസിയേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രൊമോട്ടറിലാണ് പോയിട്ട് നമ്മുടെ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെ RNA പോളിമറേസ് ഇങ്ങനെ തപ്പി നമ്മുടെ പ്രൊമോട്ടറിനെ കണ്ടുപിടിക്കുമ്പോൾ അവർക്കൊരു കൂട്ടുകാരനും കൂടിയുണ്ട്. അതാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. ആരാണ്? സിഗ്മ ഫാക്ടർ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ സിഗ്മ ഫാക്ടറും നമ്മുടെ RNA പോളിമറേസും ചേർന്നാണ് പ്രൊമോട്ടറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോട്ടറിൽ പോയിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്തു? നമ്മുടെ DNA പതുക്കെ അൺവൈൻഡ് ചെയ്തു. ട്രാൻസ്ക്രിപ്ഷൻ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് DNA ഒന്ന് അൺവൈൻഡ് ചെയ്തു. അവിടെ നിന്ന് പതുക്കെ നമ്മുടെ RNA പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, നമ്മുടെ mRNA പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. വൺസ് അവിടെ നമ്മുടെ ടെർമിനേറ്ററിൻ്റെ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് വേറൊരു കൂട്ടുകാരനെ കൂടെ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ റോ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ ഫാക്ടർ ഉണ്ടായിരുന്നു ഫോർ ബൈൻഡിങ് വിത്ത് ദ പ്രൊമോട്ടർ. എൻഡ് ചെയ്യുമ്പോൾ ടെർമിനേറ്ററുമായിട്ട് എന്ത് കാണാൻ സാധിക്കും? റോ ഫാക്ടറിനെയും കാണാനായിട്ട് സാധിക്കും. RNA polymerase is only capable of catalyzing the process of elongation. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. RNA polymerase catalyze ചെയ്യുന്ന ആകെപ്പാടൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ആണ്. അവിടെയാണ് ഒറ്റയ്ക്ക് പോയിട്ട് ആശൻ
പണിയെടുക്കുന്നത്. ബാക്കി സ്ഥലത്ത് ആര് വേണം? അവർക്ക് കൂട്ടുകാരെ ഹെൽപ്പിന് വേണം. അപ്പോൾ ആരൊക്കെയാണ് അവർ? ഇനീസിയേഷൻ ഫാക്ടർ ഉണ്ട്, അതുപോലെ റോ ഫാക്ടർ ഉണ്ട് അല്ലേ? ഇനീസിയേഷൻ ഫാക്ടർ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണം, അതുപോലെ ടെർമിനേഷൻ ഫാക്ടർ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ടും വേണം. സിഗ്മ ഫാക്ടറും അതുപോലെ റോ ഫാക്ടറും. സോ ഈ ഫാക്ടേഴ്സ് വെച്ച് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇനീഷ്യേറ്റ് ചെയ്യണോ അതോ ടെർമിനേറ്റ് ചെയ്യണോ എന്നുള്ളത് RNA പോളിമറേസിന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ബാക്ടീരിയയുടെ കേസ്, അത് നമ്മുടെ പ്രോകാരിയോട്സിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ mRNAക്ക് ഒരു തരത്തിലും പ്രോസസ്സിങ്ങും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇവിടെ നടക്കുന്നത് സെയിം കമ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ദർ ഇസ് നോ സെപ്പറേഷൻ ഓഫ് സൈറ്റോസാൾ ആൻഡ് ന്യൂക്ലിയസ് ഇൻ കേസ് ഓഫ് ബാക്ടീരിയ. നമ്മുടെ കേസിൽ അങ്ങനെയാണോ? നമ്മുടെ കേസിൽ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും നടക്കുന്നത് വെവ്വേറെ കമ്പാർട്ട്മെന്റ്സിലാണ്. ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോസോളിലാണ്. പക്ഷേ ഇവിടെ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ ട്രാൻസ്ക്രിപ്ഷനോട് കൂടെ തന്നെയാണ് നമ്മുടെ ബാക്ടീരിയയുടെ കേസിലൊക്കെ നടക്കുന്നത് ട്രാൻസ്ലേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ കേസ് ഓഫ് ബാക്ടീരിയ എന്താണ്? കപ്പിൾഡ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ട്രാൻസ്ക്രിപ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്തിട്ട് മാത്രം ഇവിടെ വരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ട ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റിലാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് മാത്രം ഓരോ ക്ലാസ്സുകളും ഓരോന്നായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് 5' ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം 5' എൻഡും ഉണ്ട്, 3' എൻഡും ഉണ്ട് അല്ലേ? അപ്പോൾ 5' എൻഡിൽ നമ്മൾ ക്യാപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് 5' ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം 3' മെച്ചുറേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് ക്ലീവേജും അതുപോലെ പോളി അഡിനൈലേഷനുമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പ്ലൈസിംഗ് ആണ്. നാലാമതായിട്ട് നമ്മുടെ മെച്ചുവർ ആയിട്ടുള്ള mRNAനെ സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് ഫർദർ ആയിട്ടുള്ള ട്രാൻസ്ലേഷനൊക്കെ നടക്കുന്നത്. അഞ്ചാമതായിട്ട് സ്റ്റെബിലൈസേഷൻ ഓർ ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് mRNA ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഗറിൽ കാണാം അല്ലേ? നമ്മുടെ DNA കാണാം, എക്സോൺ ഉണ്ട്, ഇൻട്രോണുകളുണ്ട്. 5' നമ്മൾ ക്യാപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റിൽ നമ്മൾ 5' ക്യാപ്പിംഗ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീവേജ് നടത്തുന്നുണ്ട്. അതും പോളി എ സൈറ്റിലാണ്, അത് നമ്മുടെ 3' എൻഡിലാണ് ചെയ്യുന്നത്. അതിനുശേഷം പോളി അഡിനൈലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RNA സ്പ്ലൈസിങ്ങിലോട്ട് പോകുന്നത്. RNA സ്പ്ലൈസിങ്ങിലാണ് നമ്മൾ ഇൻട്രോൺസിനെ മാറ്റി എക്സോൺസ് മാത്രമാക്കി മാറ്റി അവസാനം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മെച്ചുവർ ആയിട്ടുള്ള mRNAനെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇനി എന്തിനാണ് 5' ക്യാപ്പ് ഉള്ളത്? അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ചില റൈബോ ന്യൂക്ലിയേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. എന്താണ് ഈ റൈബോ ന്യൂക്ലിയസ്? നമ്മുടെ RNAയിൽ നമുക്കറിയാം അല്ലേ? റൈബോ ഷുഗർ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താ? കട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ റൈബോ ന്യൂക്ലിയസസ് എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? റൈബോ ഷുഗറുള്ള നമ്മുടെ RNAനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷന് പോലെ നമ്മൾ നമ്മുടെ ആളാണെന്ന് കാണിക്കാൻ ഐഡൻറ്റി കാർഡ് ഇട്ട് കൊടുക്കില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 5' ക്യാപ്പ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എൻഹാൻസ്ഡ് ആയ ട്രാൻസ്ലേഷൻ ആണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? എൻഹാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അല്ലേ? ന്യൂക്ലിയസിൽ നമ്മുടെ DNAയിൽ നിന്നും RNA ഉണ്ടായി, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു. അതിനുശേഷം എന്തുണ്ടാവും? ട്രാൻസ്ലേഷൻ. അതുവഴി നമ്മൾ എന്തുണ്ടാക്കും? പ്രോട്ടീൻസിന് ഉണ്ടാക്കും. അപ്പോൾ പ്രോട്ടീൻസിന് ഉണ്ടാക്കുന്നത് സൈറ്റോസോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ? നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നും നമ്മുടെ RNAനെ എന്ത് ചെയ്യണം? സൈറ്റോസോളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? 5' ക്യാപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് സ്പ്ലൈസിംഗ് ആണ്. നമുക്കറിയാം സ്പ്ലൈസിംഗ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻട്രോൺസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എക്സോൺസിനെ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്പ്ലൈസിങ്ങിന് വേണ്ടിയിട്ടും 5' ക്യാപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ പോളി അഡിനൈലേഷൻ ആണ്. ഇവിടെ 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ക്ലീവേജ് ഓഫ് RNA അറ്റ് 3' എൻഡ്. നമ്മൾ പറഞ്ഞല്ലേ 3' എൻഡിലാണ് നമ്മൾ പോളി അഡിനൈലേഷൻ, അതായത് അഡിനിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? RNAനെ ക്ലീവ് ചെയ്യുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഡിനിൻ റെസിഡ്യൂസിനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി എന്തിനാണ് നമുക്ക് ഈ പറയുന്ന പോളി എ ടെയിൽ? പോളി എ ടെയിലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് mRNAക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലേ റൈബോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെന്ന്, അവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല
നമ്മുടെ ഡി അഡിനൈലേഷൻ, അതായത് നമ്മുടെ അഡിനിൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ, ടെയിൽ ഷോർട്ടനിങ് എന്നൊക്കെ പറയാം. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, RNA പെട്ടെന്ന് ഡീഗ്രേഡ് ആവാനുള്ള ചാൻസസ് കൂട്ടും. അപ്പോൾ ആ ഒരു ചാൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡിനിനെ കുറേ അധികം ആഡ് ചെയ്യണം. പോളി എ ടെയിൽ എന്നല്ല പറയണേ, പോളി എ ടെയിൽ എന്ന് വെച്ചാൽ എന്താണ്, കുറേ അഡിനിൻ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, കുറേ അഡിനിനെ ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഹാൻസസ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലേ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ എൻഹാൻസ് ചെയ്യാനും നമുക്ക് എന്ത് വേണം, പോളി എ ടെയിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റൈബോസോമുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പോളി എ ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രോട്ടീൻ ഉണ്ട്, പോളി എ ബൈൻഡിങ് പ്രോട്ടീൻ PAB1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് റൈബോസോമിനെ റിക്രൂട്ട് ചെയ്യുന്നത്. റൈബോസോമാണ് പിന്നീട് ട്രാൻസ്ലേഷനിൽ മെയിൻ റോള് വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സോൺസും കാണാം, ഇൻട്രോൺസും കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 5' ക്യാപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, ദെൻ പോളി എ ടെയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്പ്ലൈസിംഗ് ആണ്, സ്പ്ലൈസിയോസോം ആണ് ഈ സ്പ്ലൈസിങ്ങിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതുവഴിയായിട്ട് നമ്മൾ ഇൻട്രോൺസിനൊക്കെ റിമൂവ് ചെയ്യുകയും എക്സോൺസിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മെച്യൂർ ആയിട്ടുള്ള ഒരു mRNA കിട്ടുന്നത്. ഇനി നമ്മൾ യൂക്കാരിയോട്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അഡീഷണൽ ആയ 2 കോംപ്ലക്സിറ്റീസിനെ കാണാൻ സാധിക്കും. ഒന്നാമത്തേതാണ് നമുക്കിവിടെ 3 RNA പോളിമറേസുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ RNA പോളിമറേസ് 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 3 ഉണ്ട്. സോ RNA പോളിമറേസിന്റെ ഫംഗ്ഷൻ എന്താ, rRNAകളെ ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 28S ഉണ്ടാവും, 18S ഉണ്ടാവും, 5.8S ഉണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, RNA പോളിമറേസ് 1 എന്ന് പറയുന്നത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് rRNAകളെയാണ്. ഇനി RNA പോളിമറേസ് 2 ഉണ്ട്. ഇതിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് തന്നെയാണ് tRNAയുടെ ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ 5SrRNA, അതുപോലെ SnRNA, അതെന്താണ്, സ്മോൾ ന്യൂക്ലിയർ RNA ആണ്. ഇവരെയൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് RNA പോളിമറേസ് 3യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് RNA പോളിമറേസ് 2 ആണ്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രീകേഴ്സർ mRNA ഉണ്ടല്ലോ, അവരെ നമ്മൾ വിളിക്കുന്നത് HnRNA എന്നാണ്. അപ്പോൾ മെച്യൂർ ആവുമ്പോഴാണ് നമ്മൾ എന്തിനു വിളിക്കുന്നത്, അതിനെ mRNA എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ കുട്ടി സ്റ്റേജിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്, HnRNA എന്നാണ്. അപ്പോൾ ഇവരെ ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് RNA പോളിമറേസ് 2ന്റെ ഫംഗ്ഷൻ ഇൻ കേസ് ഓഫ് യൂക്കാരിയോട്സ്. അത് മറക്കരുത് കേട്ടോ. യൂക്കാരിയോട്സിലാണ് നമുക്ക് ഈ പറയുന്ന 3 RNA പോളിമറേസുകളെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത കോംപ്ലക്സിറ്റി, ആദ്യത്തെ നമ്മൾ പറഞ്ഞു കുറേ ടൈപ്പ് ഓഫ് RNAs നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സോൺസും ഉണ്ടാവും, ഇവിടെ ഇൻട്രോൺസും ഉണ്ടാവും. അപ്പോൾ ഇവരെന്തായിരിക്കും, നോൺ ഫങ്ഷണൽ ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മൾ സ്പ്ലൈസിങ് ചെയ്ത് നമ്മുടെ ഇൻട്രോൺസിനെയൊക്കെ റിമൂവ് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്യും. അപ്പോൾ HnRNA, അതായത് നമ്മുടെ കുട്ടി RNA, നമ്മുടെ മെച്യൂർ ആവാത്ത RNAനെയാണ് നമ്മൾ HnRNA എന്ന് വിളിക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സിങ് നടന്ന് ക്യാപ്പിംഗ് നടക്കും, ടെയിലിംഗ് നടക്കും. അപ്പോൾ ക്യാപ്പിംഗിൽ ഇവിടെ നമ്മുടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡിനെയാണ് ആഡ് ചെയ്യുന്നത്. അതാണ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്യാപ്പിംഗിൽ ആഡ് ചെയ്യുന്നത്, ക്യാപ്പിംഗിൽ നമ്മളൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിനാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5' എൻഡിൽ നമ്മൾ എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കും, മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റിനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അറ്റ് ദ 5' എൻഡ് ഓഫ് നമ്മുടെ കുട്ടി RNA HnRNAയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ടെയിലിങ്ങിന്റെ സമയത്ത്, അതായത് പോളി അഡിനൈലേഷൻ നമ്മൾ ടെയിലിലാണല്ലോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അഡിനൈലേറ്റിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 200 മുതൽ 300ഓളം നമ്മൾ അഡിനൈലേറ്റ് റെസിഡ്യൂസിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് 3' എൻഡിലാണ്. ടെംപ്ലേറ്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് നമ്മളിവിടെ അഡിനൈലേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടി RNA നമുക്ക് എന്ത് വിളിക്കാം, മെച്യൂർ RNA, mRNA എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മെച്യൂർ ആയിട്ടുള്ള RNAനെയാണ് പിന്നീട് നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടി നമ്മൾ ന്യൂക്ലിയസിൽ നിന്നും പുറത്തോട്ട് നമ്മുടെ സൈറ്റോസോളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ സമ്മപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RNA പ്രോസസ്സിങ്ങിൽ എന്തൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടാത്ത RNAനെ നമ്മൾ എന്ത് വിളിക്കും, പ്രീ mRNA എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇവരെ നമ്മൾ ഫർദർ ആയിട്ട് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് മെച്യൂർ ആയിട്ടുള്ളൊരു RNA ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ക്യാപ്പിംഗ് ഉണ്ട്, പോളി അഡിനൈലേഷൻ ഉണ്ട്, ദെൻ വന്നിട്ട് സ്പ്ലൈസിംഗ് ഉണ്ട്. സോ ക്യാപ്പിംഗിൽ നമ്മൾ എന്താണ്, മീഥൈലേറ്റഡ് ആയിട്ടുള്ള ഗ്വാനിൻ ക്യാപ്പാണ് നമ്മുടെ mRNAയിൽ ആഡ് ചെയ്യുന്നത്. mRNAനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അഡീഷൻ ഓഫ് മീഥൈലേറ്റഡ് ഗ്വാനിൻ ആണ് ആദ്യം ചെയ്യുന്നത്, 5' എൻഡിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുവഴിയായിട്ട് നമ്മുടെ mRNA ഡിഗ്രഡേഷനിൽ നിന്നും
പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് പോളി അഡിനൈലേഷൻ ആണ്. ഇവിടെ നമ്മുടെ പോളി എ ടെയിൽ വഴിയായിട്ട് നമ്മുടെ mRNA പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അറിഞ്ഞു നമ്മുടെ 5' ക്യാപ്പ് നമ്മൾ ഒരു എൻഡിൽ ഇട്ട് കൊടുത്തു അല്ലേ. മറ്റൊരു എൻഡിൽ നമുക്ക് എന്ത് വേണം, അവിടെയും പ്രൊട്ടക്ഷൻ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോളി എ ടെയിൽ കുറേ അഡിനിനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ എൻഡോ ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ mRNA സ്പെസിഫിക് സീക്വൻസിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എൻസൈം പോളി എ പോളിമറൈസ് ആണ് നമ്മുടെ പല അഡിനിൻ ന്യൂക്ലിയോട്ടൈഡുകളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്, പോളി എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമുക്ക് കുറേ അധികം അഡിനിൻ ന്യൂക്ലിയോട്ടൈഡുകളെ അഡീഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തത് സ്പ്ലൈസിംഗ് ആണ്. സ്പ്ലൈസിംഗിൽ എന്താണ്, നമ്മുടെ നോൺ കോഡിംഗ് സീക്വൻസ്, അതായത് നമ്മുടെ ഇൻട്രോണിനെ ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യുന്നത് സ്പ്ലൈസിയോം എക്സിഷൻ വഴിയായിട്ടാണ്. കോഡിംഗ് സീക്വൻസ് അഥവാ എക്സോൺസിനെ ജോയിൻ ചെയ്യുന്നത് ലൈഗേഷൻ, നമ്മൾ പറഞ്ഞല്ലേ DNA ലൈഗേസ്. അപ്പോൾ അതേപോലെ ലൈഗേഷൻ നമ്മൾ ഒട്ടിച്ച് ചേർത്ത് നമ്മുടെ എക്സോൺസിനെ മാത്രം ഒരുമിച്ച് വയ്ക്കും, ഇൻട്രോൺസിനെയൊക്കെ എന്താക്കും, നമ്മൾ പുറത്താക്കും. അപ്പോൾ സെവറൽ പ്രോട്ടീൻസ് നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ സിംഗിൾ പ്രീ mRNAയിൽ നിന്നും ഒരുപാടധികം പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു മെച്യൂർ ആയിട്ടുള്ള mRNA നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ക്രിപ്ഷൻ കഴിയുമ്പോഴത്തേനും നമുക്കൊരു മെച്യൂർ ആയിട്ടുള്ള അടിപൊളി RNA നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എക്സോൺ കാണാം, ഇൻട്രോൺസ് കാണാം. അപ്പോൾ ഇവരെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വഴിയായിട്ട് നമ്മൾ RNA ആക്കി മാറ്റി, സ്പ്ലൈസിങ് വഴിയായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഇൻട്രോൺസിനെയൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, mRNA കിട്ടി. അതിനെ പിന്നെ നമ്മൾ ട്രാൻസ്ലേഷൻ വഴിയായിട്ട് അമിനോ ആസിഡ് ചെയിനിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ അമിനോ ആസിഡുകളുടെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്തുണ്ട്, പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻസ് ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പതിയെ നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് വരാം കേട്ടോ. അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് അഥവാ ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. 28-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ സിലബസ് ബേസ്ഡ് ടോപ്പിക്കിൽ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്വിസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് റിവിഷൻ ടെസ്റ്റിലൂടെ നമ്മുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റർഷിപ്പ്, ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ മെന്റൽ ആയിട്ട് നിങ്ങളെ ഈ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ ക്രാഷ് കോഴ്സിലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസും ഫീഡ്ബാക്സും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. 9952645596 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വേറൊരു നമ്പർ നമുക്കില്ല. അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.